2 വർഷം നീണ്ട ഇൻഡിഗോ വിമാന കമ്പനി ബഹിഷ്കരണം അവസാനിപ്പിച്ച മുൻ LDF കൺവീനർ EP ജയരാജൻ. കരിപ്പൂരിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി 10:30 പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് EP ജയരാജൻ ബഹിഷ്കരണം അവസാനിപ്പിച്ച് യാത്ര ചെയ്തത്. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് അത്യാവശ്യമായി ഡൽഹിയിൽ എത്തേണ്ടതിനാലാണ് ഇൻഡിഗോ വിമാനം തിരഞ്ഞെടുത്തത്. 2022 ജൂൺ 13 വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം തടഞ്ഞ EP ജയരാജന് 3 ആഴ്ചത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഇൻഡിഗോ വിമാനം ബഹിഷ്കരിക്കുന്നതായി EP ജയരാജൻ പ്രഖ്യാപിച്ചത്. കമ്പനി മാപ്പ് പറഞ്ഞിട്ടും EP ജയരാജൻ വഴങ്ങിയിരുന്നില്ല. EP അന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഇൻഡിഗോ കമ്പനി തെറ്റായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരിപ്പോൾ എനിക്ക് 3 ആഴ്ചയ്ക്ക് യാത്രാ വിലക്കാണെങ്കിൽ ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇത് ഇത്ര നിലവാരമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും ഭാര്യയുമായിരുന്നു. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കുറ്റവാളികൾക്ക് നേരെ നടപടിയെടുക്കാനല്ല അവർ താല്പര്യം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാട് ഈ കമ്പനിയുടെ 3 ആഴ്ചയല്ലേ, ഞാൻ ഈ കമ്പനിയുടെ വിമാനത്തിൽ കയറില്ല. ഇനി വേറെ പല വിമാന കമ്പനികളുണ്ട്, മാന്യമായിട്ട് വിമാന സർവീസ് നടത്തുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. ആ വിമാന കമ്പനികളിൽ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ പോകൂ. ഇൻഡിഗോ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ കയറില്ല. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇങ്ങനെ ഒരു വൃത്തികെട്ട കമ്പനി, അവരിപ്പോൾ പല സ്ഥലത്തും അവരുടെ കമ്പനികളുടെ വിമാന സർവീസ് അപകടത്തിലാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് ആ കമ്പനി ഞാൻ ഉപേക്ഷിക്കുക.